അപ്പോ ഇന്ന് സൺഡേ ആണ്, ഓഫീസില്ല, സ്കൂളില്ല. എന്നിട്ടും നിങ്ങൾ രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു, മോർണിംഗ് സെഷൻ കേൾക്കാൻ ഇരിക്കുന്നു. സോ നിങ്ങൾ സെൽഫിന് അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ? സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അപ്രിസിയേഷൻ കൊടുക്കുക കേട്ടോ. ഈ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ മാത്രം സെൽഫിനായിട്ട് കുറച്ച് സമയം മാറ്റിവെച്ച് ഈ സെഷനിൽ ഇരിക്കുന്നതിന്. ഓക്കെ, സോ ഇന്ന് ഇറ്റ്സ് മീ റിയൽമി സെഷൻ ആണ്. ഹീലിംഗ് ജേർണി എക്സ്പീരിയൻസ് ഉള്ള ഷെയർ ചെയ്യുന്ന ഒരു സെഷൻ ആണ്. EFT സ്റ്റുഡൻസ് ഷെയർ ചെയ്യുന്ന സെഷൻ ആണ്. സോ ഇന്ന് ഹീലിംഗ് ജേർണി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന ഗസ്റ്റ് ജസ്ന മാം ആണ്. Hello, good evening. Sorry, good morning. ഗുഡ് മോർണിംഗ്. വെൽക്കം ജസ്ന മാം. Thank you. വീഡിയോയിൽ വരാൻ പറ്റുമോ? Sure. യെസ്, താങ്ക് യു. അപ്പോ ജസ്ന മാം നിങ്ങളെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഗസ്ന, കോഴിക്കോടാണ് സ്വദേശം. ഇപ്പം ദുബായിലാണ്. ഇപ്പം പ്രഗ്നന്റ് ആണ്, 5 months. കുറച്ച് റെസ്റ്റിലാണ്. വേറെ മാഷാഅല്ലാ കുഴപ്പമൊന്നുമില്ല. റാപ്പായിട്ട് പോകുന്നു. പിന്നെ ഒരു 2 years ബിഫോർ ഞാൻ EFTയിൽ വന്നതായിരുന്നു. എന്നൊരു നല്ലൊരു ഒരു വേഴ്സ് കണ്ടീഷൻ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നിട്ട് മാഷാഅല്ലാ ഇപ്പം ഒരുപാട് ഞാൻ അതിൽ നിന്ന് റിക്കവറായി. ഫ്രം ദാറ്റ് ഓൺവേർഡ്സ്, ആ ദിവസം ഓൺവേർഡ്സിൽ ഞാൻ ഇപ്പോഴും ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും. റാപ്പായിട്ട് പോകുന്നു. സോ 2 years ആയിട്ട് ചെയ്തതാണ്. നമ്മുടെ സീനിയർ സ്റ്റുഡന്റ് ആണ് ജസ്ന മാം. സോ ഐ തിങ്ക് വി ആർ ദി സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഞങ്ങൾ. യെസ്, ഇൻസ്പയർസ് അക്കാഡമി ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സ്റ്റുഡന്റ് ആണ്. സോ അത്രയും എക്സ്പീരിയൻസസ് ഉണ്ടാവും അല്ലേ ഷെയർ ചെയ്യാന്. സോ നിങ്ങൾ EFTയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ചാലഞ്ചസ് എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹലോ, ഓക്കെ, മാമിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. സോ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ജസ്ന മാം. സോറി കേട്ടോ, ഇവിടെ നെറ്റ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. പിന്നെ Yeah, പൊതുവെ ഇന്ന് കളിയുള്ള ദിവസമായതുകൊണ്ട് നെറ്റ് ഭയങ്കര ജാമാണ്. സോറി, ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിക്കേ. ഓക്കെ ഓക്കെ. സോ ഞാൻ ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ EFT ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. EFT വരുന്ന 2 years ബിഫോർ ഞാൻ പറഞ്ഞല്ലോ, ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക്. അത് ഒരു ബിഗ് ഇഷ്യൂ വരുന്നായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഹൗ ടു ഓവർകം. എങ്ങനെ ഓവർകം ചെയ്യണമെന്നൊന്നും അറിയില്ല. ഫുൾ ടൈം റൂമിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു ഡിപ്രസ്ഡ് മൂഡിൽ, അങ്ങനെ ഡിപ്രഷൻ ആണ് എന്താണെന്ന് അതുപോലും എനിക്കറിയാം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ചെസ്റ്റിലൊരു ഹെവി ഫീലിംഗ് ആണ് ഈ ഡിപ്രഷൻ. അങ്ങനെ പിന്നെ നമുക്കൊന്നും ഫുഡ് വേണ്ട, ആരോടും സംസാരിക്കാൻ തോന്നാറില്ല, ഫുള്ള് നമ്മൾ തന്നെ ഉള്ള റൂമിൽ തന്നെ. എനിക്കൊരു ജോബല്ല, ഞാനൊരു ബിസിനസ്സും കൂടെ ചെയ്തിരുന്ന സമയത്തായിരുന്നു. അപ്പൊ അതിലും ഒരു സ്ട്രഗിൾ എല്ലാം കൂടെ വന്നപ്പോ എനിക്ക് അത് തീരെ സഫർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഫുൾ ടൈം റൂം, വേറെ ഒന്നും ചെയ്യാനില്ല, ഫ്രണ്ട്സുകളോട് സംസാരിക്കാനില്ല, ഒന്നുമില്ല. അപ്പം പിന്നെ അങ്ങനെയുള്ളൊരു സമയത്തായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവളിങ്ങനെ EFTയില് വേറൊരു EFTനെ പറ്റി എന്നോട് സംസാരിച്ചതും പറഞ്ഞു തന്നതും അവളാണ്. അപ്പം ജസ്റ്റ് അന്നത് ഇങ്ങനെ ഒരു എന്താ പറയാ ആഡ് കണ്ടപ്പം ജസ്റ്റ് എനിക്കൊന്ന് അയച്ചു തന്നു, നീ ഒന്ന് ജസ്റ്റ് ഇതിൽ കയറി നോക്ക്. ഞാൻ അവള് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് അത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എനിക്കത് കയറിയ കുറച്ച് സമയം വരെ അവൾക്ക് കുറച്ചത് നല്ല റിലീഫ് കിട്ടി. അപ്പൊ നീ ഒന്ന് കയറി നോക്കുന്നു പറഞ്ഞിട്ട് അവളാണ് എന്നെ നിർബന്ധിച്ചിട്ട് ഇതില് കൊണ്ടുവരുന്നത്. ബട്ട് ഫസ്റ്റ് 2-3 ഡേയ്സ് ക്ലാസ് കേട്ടു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഐ തിങ്ക് ഓൺ ദ 5 day ഓൺവേർഡ്സ് പിന്നെ സാറ് നമ്മൾ പ്രാക്ടിക്കൽ ഒരു ക്ലാസ് തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ വെച്ച് തുടങ്ങിയപ്പം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഒരു ഇഷ്യൂ എടുത്ത് സാറ് നമ്മളോട് ടാപ്പ് ചെയ്യാൻ മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു ശരിക്കും നമ്മളെ മൈൻഡിൽ നിന്ന് തന്നെ വൈപ്പ് ഇഷ്യൂ, നെറ്റ് ഇഷ്യൂ തന്നെ ആയിരിക്കാം. തീരെ കേൾക്കുന്നില്ലേ? ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, പറഞ്ഞോളൂ. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, അപ്പൊ എനിക്ക് അതിന്ന് ആ 5th ഡേ ആണെന്ന് തോന്നുന്നുണ്ട്. 5th ഡേ പ്രാക്ടിക്കൽ സാറ് സ്റ്റാർട്ട് ചെയ്തപ്പം പിന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ നമുക്ക് തന്നെ ഓരോന്ന് ചെയ്തു നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ ആ 10 days ക്ലാസ് പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ നമ്മൾ കേട്ടു. ആ 10 days കഴിഞ്ഞപ്പോൾ ശരിക്കും എന്താണ് EFT, എന്തിലാണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും, ഈവൻ വെൽത്ത്, ഹെൽത്ത്, പിന്നെ ഈവൻ ചെറിയ ഇഷ്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ റിലേഷൻഷിപ്പ് സ്ട്രഗിള് ആ ഒരു വിഷയമുള്ള സമയത്ത് എനിക്ക് ബോഡിയിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു ഒരു അല്ല, ഒരു 10 months ആയിട്ട് ബോഡിയിൽ ഫുൾ ഒരു ഇച്ചിങ് ഉണ്ടായിരുന്നു. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇച്ചിങ്, രാവിലെ രാത്രി. പിന്നെ ഞാനൊരു അക്യുപഞ്ചർ കൂടെ പഠിച്ച ഒരാളാണ്. അപ്പം നമ്മൾ അക്യുപഞ്ചർ അതിൽ ബേസിൽ നമ്മൾ പറയും ലിവർ ടൈപ്പ്. രാത്രി ഒരു 12 to രാവിലെ പുലർച്ചെ ഒരു 5 o'clock വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇച്ചിങ്. നമുക്ക് എവിടെ ഒരു സ്ഥലം എന്നില്ല, കംപ്ലീറ്റ്ലി ബോഡി ഫുള്ളി ഇച്ചിങ് ആയിരുന്നു. എനിക്കത് 5 months ഞാൻ അലോപ്പതി ട്രൈ ചെയ്തു. ആഫ്റ്റർ 3 months ഞാൻ ഹോമിയോ ട്രൈ ചെയ്തു. അതിനൊന്നും എനിക്ക് കംപ്ലീറ്റ് ക്യൂർനെസ് ഒന്നുമില്ല. കംപ്ലീറ്റ് ക്യൂർനെസ് എന്നല്ല, ക്യൂർനെസ്സേ ഉണ്ടായിട്ടില്ല. മെഡിസിൻ വിത്ത് മെഡിസിൻ ഇങ്ങനെ പോവും, കൺട്രോൾ ചെയ്തു പോവും. വിതൗട്ട് മെഡിസിൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഫുൾ ടൈം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇത് വൺ ടൈം സാറ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനുള്ള സമയത്ത് വെറുതെ ഞാൻ അത് മാത്രം ഒന്നെടുത്ത് ആ ഒരു ഇഷ്യൂ അങ്ങനെ സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് ചൊറിച്ചിൽ വന്നില്ല. അല്ലെങ്കിൽ ഡെയിലി ചൊറിച്ചില്ല. അപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് ആ ഒരു ഇച്ചിങ് പ്രോബ്ലം ഇല്ലാതപ്പം പിന്നെ നമുക്ക് എൻ്റെ മെന്റർ ഫെബിന മാം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ അത് തന്നെ പിന്നെ നമുക്കത് ആ ഒരു ഇച്ചിങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് എങ്ങനെയാന്നുള്ളത്. അത്രയും സഫർ ചെയ്ത സമയത്ത് പിന്നെ ഞാൻ അതിൽ തന്നെ ഇരുന്നു കുറച്ച് അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാ, എനിക്ക് തോന്നുന്നു ഒരു 4 to 5 times അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ്. അത്രയും ചെയ്തിരിക്കണമെന്ന് സംശയം. പക്ഷെ അല്ല ഭയങ്കര റിസൾട്ട് തന്നെ. പിന്നെ എനിക്ക് ആ സാധനം അന്ന് ഞാൻ പറഞ്ഞു 10 months ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സഫർ ചെയ്ത് വന്ന ഒരു സാധനം ആ ഒരു
5 months ഓഫ് സോറി 5 days ഓഫ് ഈ ഒരു ടാപ്പിംഗ് തെറാപ്പിയിലൂടെ അൽഹംദുലില്ലാ കംപ്ലീറ്റ്ലി മാറി. ഇപ്പൊ എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും അത്ഭുതം വെച്ചാൽ അത്രയും ഞാനൊരു 10 മാസമായിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും മെഡിസിൻസും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ഒരു ഇതിൽ വന്നപ്പോ എനിക്ക് തന്നെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം പിന്നെ അതാണ് എനിക്കിതിൽ ഏറ്റവും വലിയ ഫസ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്നതും പിന്നെ മറന്നു പോവാത്തതായിട്ടുള്ള ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് അതാണ്. ഈ ഒരു കാര്യം എനിക്ക് ഈ ഒരു തെറാപ്പിയിൽ കൂടെ കംപ്ലീറ്റ് ക്യൂർനെസ് വന്നിട്ടുള്ളത് മാഷാഅല്ലാ ഈ ഒരു പിന്നെ ഈ ടാപ്പിംഗ് സിസ്റ്റത്തിൽ കൂടെയാണ് എൻ്റെ ഈ ഒരു ഇച്ചിങ്ങിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് കാര്യങ്ങളോട് കുറേയൊക്കെ ഇൻട്രസ്റ്റിംഗ് വന്നു. പിന്നെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ഇതൊന്നും ആക്ച്വലി ഒന്നും അറിയില്ല. ഇതൊക്കെ എവിടുന്നോ പുറത്തുനിന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് അഫർമേഷൻസ്. അപ്പൊ അതൊക്കെ പിന്നെ ഡെയിലി ഫസ്റ്റ് നമ്മൾ ആ ഒരു ലേണിംഗ് ടൈം ഉണ്ട്, ഒരു 10 days ഒരു 1 month. പിന്നെ നമുക്കൊരു ടൈമുണ്ട്. ആ ടൈമിലൊന്നും അത്ര ഇൻട്രസ്റ്റോടെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിപ്പം ഈവൻ മെന്റേഴ്സ് ചോദിക്കും ചെയ്തോ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു അപ്പൊ നമുക്കത് അത് അറിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കാര്യമായിട്ടോ പറയുന്നത്, എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്നൊന്നും ഞാൻ ജസ്റ്റ് അവരൊരു പക്ഷെ പിന്നെ നമുക്കത് എനിക്കത് എന്റെ ലൈഫ് തന്നെ അതിൽ മാറ്റം വരാൻ തുടങ്ങി. നമ്മൾ എഴുതുന്ന അഫർമേഷൻസ്, ഞാൻ എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എൻ്റെ ലൈഫിലേക്ക് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ പുറത്ത് യൂറോപ്പിൽ പോകണം വെറുതെ അല്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്പിൽ പോകണം. എങ്ങനെ എന്താന്ന് എനിക്കറിയില്ല പോകണം. പക്ഷെ ഞാൻ എഴുതി ഒരു എത്ര 5 to 6 months കൊണ്ട് ഞാൻ യൂറോപ്പ് പോയി. പിന്നെ ഒരു 10 to 12 days 12 days ഞാൻ യൂറോപ്പിൽ സ്പെൻഡ് ചെയ്തു. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സുകളോട് ഞാൻ അതും ജർമ്മനിയിൽ നിന്ന് ഞാൻ പറഞ്ഞു, ആ സെയിം ജർമ്മനിയിൽ ഞാൻ പോയത് ഇപ്പോഴും എനിക്ക് അത്ഭുത. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നു ഞാൻ ജർമ്മനി പോകും. അന്നൊന്നും എനിക്ക് ജർമ്മനി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടോന്നോ ഒന്നും എനിക്കറിയില്ല. ബട്ട് ഞാനത് മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം എനിക്ക് അള്ളാഹു അൽഹംദുലില്ലാ എനിക്ക് തന്നിട്ടുമുണ്ട്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ ഓരോ കാര്യങ്ങൾ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് വിസ കിട്ടണം, അതൊക്കെ എനിക്ക് നിങ്ങൾക്കിത് ഞാൻ വെറുതെ പറയണമെന്ന് തോന്നുന്നു, പക്ഷെ ഇത് അല്ല സത്യമായിട്ടും എന്റെ ജീവിതത്തിൽ നടന്ന കാര്യമാണ്. എനിക്ക് വിസ കിട്ടി, ഇന്ന സ്ഥലത്തേക്ക് വിസ കിട്ടി. ഞാൻ ജർമ്മനി പോകണമെന്ന് പറഞ്ഞ ജർമ്മനിയിൽ ജോലി ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ പോയതാണ്. പക്ഷെ ഞാൻ ജോലി ചെയ്യാനൊന്നുമല്ല, ഒരു ഹസ്ബൻഡിന്റെ കൂടെ ഒരു 12 days ട്രിപ്പായിട്ട് ഞാൻ പോയി വന്നു. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് പിന്നെ അതിനർത്ഥം നമ്മളെല്ലാം അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്ത് നമുക്ക് നമുക്കുണ്ടല്ലോ നമുക്ക് തീരെ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ അൽഹംദുലില്ലാ കുറെ കാര്യം നമുക്ക് ഇതിൽ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. നമുക്ക് പല സമയത്ത് നമുക്ക് ഔട്ട്ബേസ്റ്റ് ആണ്, കുറെ സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സമയങ്ങളിലൊക്കെ ഈ ഒരു തെറാപ്പി കുറെ ഒരു 90% എങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ബസ് നമ്മളൊരു ഡിവൈൻ ആ ഒരു ക്രിയേഷനോട് നമുക്കൊരു പ്രത്യേക ഒരു അടുപ്പം ഉണ്ടാവണം കേട്ടോ. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ കൂടെ ആ ഒരു ശക്തി നമ്മളെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് സാധിപ്പിച്ചു തരും എന്നുള്ള ഉള്ളിലൊരു ഭയങ്കര വിശ്വാസം വേണം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആവുന്നുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ പല കാര്യങ്ങളും എന്റെ മുന്നിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോടെ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട് പല കാര്യങ്ങളും. അത് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാനിപ്പോ 2 years ആയി. ഇപ്പോഴും ഞാൻ ഡെയിലി രാത്രി എന്റെ ഡയറി ഉണ്ട്. ഡയറിയിൽ ഞാൻ ഇപ്പോഴും അഫർമേഷൻസ് ചെയ്തു, ഇപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ ചെയ്തു. രാവിലെ എണീക്കുമ്പോൾ ഞാൻ അത് ഒരു 5 minute ഞാൻ എന്നോട് തന്നെ സ്വന്തം സംസാരിക്കും. ഒരു വിഷ്വലൈസേഷൻ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ റബ്ബ് എനിക്ക് അത് തരുന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ലെവലേഷൻ ആ ഒരു വിശ്വാസം തെറ്റാൻ പാടില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സത്യം അതാണ്. ആ വിശ്വാസം തെറ്റാതെ നമ്മളെ കാര്യങ്ങൾ മുഴുവനായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് മുന്നിൽ അള്ളാഹു കൊണ്ട് തരും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതുവരെ ടു ദിസ് ഡേറ്റ് എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിന് ഒരു വൺ ഓഫ് ദി എന്താ പറയാ ഒരു ടൂൾ തന്നെയാണ് ആക്ച്വലി EFT. പെട്ടെന്ന് നമുക്ക് ഒരു ദേഷ്യം വരുന്നതും ഈ ഫൊർഗീവ്നെസ് ഒക്കെ എനിക്ക് ആ ഫൊർഗീവ്നെസ് തെറാപ്പിയിലൊക്കെ ഭയങ്കര റിസൾട്ട് തന്നിട്ടുണ്ട്. ഞാന് ഒരു ചെറിയൊരു ഇൻസിഡന്റ്, ഞാനിപ്പോ ഒരാളോട് ഒരു സംസാരം ഉണ്ടാക്കി, ഒരു ചെറിയൊരു ഒരു ഇത് വേണ്ട, ഞാൻ എന്റെ എക്സാമ്പിൾ തന്നെ പറയാം. എന്റെ ഹസ്ബൻഡിനോട് തന്നെ ചെറിയൊരു സംസാരം ഉണ്ടാക്കി. അപ്പൊ ഈവൻ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ സംസാരങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് എന്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്. അപ്പൊ എനിക്ക് അന്ന് മുപ്പരാൾ ഓഫീസിൽ പോയപ്പം
എനിക്കറിയാം എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. അപ്പൊ ഞാൻ അത് ആ സ്പോട്ടിൽ ഇരുന്നിട്ട് ആ ഫൊഗീവ്നെസ് കൊടുത്ത സമയത്ത് അവിടെ ഞാൻ അത് കൊടുക്കുന്ന സമയത്ത് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെ വിളിക്കൂല എന്ന് വിചാരിച്ച സമയത്ത് തിരിച്ച് അവളെ എന്റെ അടുത്ത് പറ്റി ചെറിയ മിസ്റ്റേക്ക് അല്ലേ, സംസാരല്ലേ, അപ്പൊ തിരിച്ച് അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ അത് ചെയ്ത് ഫൊർഗീവ്നെസ് ചെയ്ത് വിത്തിൻ 10 to 5 minutes അത്രയും സമയം ആവുന്നേ ഉള്ളൂ. അപ്പൊ തിരിച്ച് എന്നെ വിളിക്കും. അപ്പൊ ഞാനത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് തെറ്റ് നമ്മൾ പഠിച്ചോണ്ട് പറയുന്നത് അതേപോലെ തന്നെ ഈ ചെയ്ത ആളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ തന്നെ റിസൾട്ടുകൾ എനിക്ക് അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഒരു EFT കൂടെ ഞാൻ ഉം, അനുഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് ഇതില്. അപ്പം ഇതൊരു പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മള് നമുക്ക് ഫസ്റ്റ് ഒക്കെ അതിനോട് നമുക്കത് ഇൻട്രസ്റ്റ് വരുമോ, ഇനി നമുക്കത് ചെയ്യാൻ പറ്റാത്ത എനിക്കറിയില്ല. ഫസ്റ്റ് ഒക്കെ എനിക്കും ഭയങ്കര മടിയായിരുന്നു. എനിക്കതൊരു ജസ്റ്റ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റത്തെ 10 days ഒരു 5th day ക്ലാസ്സിൽ സാറ പിന്നെ ടാപ്പിങ്ങില് ചെറിയൊരു മാറ്റം നിന്ന് തുടങ്ങിയപ്പം പിന്നെ EFT തെറപ്പി ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും തോന്നിയില്ല. പിന്നെ ഇതില് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു മനസ്സറിഞ്ഞ് ഞാൻ അത് ചെയ്തപ്പം അതെനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ പ്ലസ് ഈ ഒരു തെറപ്പി എല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആർക്കും ഇതിലൊരു മടിയൊന്നും വേണ്ട. ഇതില് ശരിക്കും നമ്മൾ അറിഞ്ഞ് നമ്മള് എന്താ പറയാ, സൃഷ്ടാവിനെ അറിഞ്ഞ് മുന്നിൽ നിർത്തി നമുക്കിത് ചെയ്യുകയാണെങ്കിൽ 100% ഇതിൽ റിസൾട്ട് ഉണ്ടാവും. ഞാൻ അനുഭവിച്ച ആളാണ്. ഇപ്പോഴും 2 year ആയിട്ട് ഞാൻ അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കില്ല. എനിക്ക് ഇന്ന് അവിടെ വെച്ച് നിർത്തിയാൽ മതിയായിരുന്നു. ബട്ട് നൗ ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ മെന്ററിനോട് ചോദിക്കാറുണ്ട്. അത് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഫുള്ളി അങ്ങനെയല്ല. നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ, അപ്പൊ വീണ്ടും നമ്മൾ ഓവർകം ചെയ്യണം. ഇത് ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഈ ഒരു പഴയ പോലെ ഒരു റൂമിൽ ഇരുന്ന് അങ്ങനൊന്നും നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഒരു അടച്ചിട്ട മുറി അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് പിന്നെ ഇൻഷാ അള്ളാ വരൂല. നമ്മളെ തന്നെ ഓവർകം ചെയ്യാൻ നമ്മൾ തന്നെ പഠിക്കും. കുറെ കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിക്കും. ഇതില് ഒരുപാട് ടൂൾസുകൾ ഉണ്ടല്ലോ. സോ ഏതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? ടൂൾസിൽ ഞാൻ പറഞ്ഞല്ലോ, ടാപ്പിംഗ് സിസ്റ്റം ആണ് എനിക്ക് ഏറ്റവും ഫീൽ ആയിട്ട് എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് അതിലാണ്. അതാണ് എനിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും നമ്മൾ മറക്കാനും ഇതാക്കാനും എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. ഇതില് സെൽഫ് ലവ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതിന്റെ ടാപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. സോ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് സെൽഫ് ലവിലായിരുന്നല്ലോ. ആ ഒരു ഇച്ചിന്റെ ആ, പ്രോബ്ലം സോൾവ്. അതെ, അത് സെൽഫ് ലവ് എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടി. നമ്മളിപ്പം കുറെ നമ്മളിപ്പോ ചെയ്ത സമയത്ത് നമ്മൾ ഫോർഗീവ്നെസ് ഒക്കെ കൊടുക്കും. നമ്മളോട് തന്നെ എനിക്ക് ഫസ്റ്റത്തെ ടാപ്പിങ്ങിലൊക്കെ ഞാൻ അത് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി എന്റെ ബോഡി തളർന്നു പോകും. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ നമ്മൾ തന്നെ ഈവൻ ഫസ്റ്റ് ഏതൊരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഹീലിംഗ് സെഷനിൽ ചെയ്ത സമയത്ത് കംപ്ലീറ്റ്ലി ഔട്ടായി പോയി. അന്ന് ഞാൻ സാറ് പറഞ്ഞിട്ട് എക്സ്ട്രാ എന്തോ 2-3 സ്ഥലത്തൊക്കെ ടാപ്പ് ചെയ്തപ്പോഴാണ് ഞാനൊന്ന് ഓവർകം ചെയ്തു തന്നത്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഈ സെൽഫ് ലവ് കൊടുക്കുമ്പം അത് ഭയങ്കര റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത്, ഈ ഒരു നമ്മള് ബോഡി ഇങ്ങനെ തളർന്നു പോയി നിൽക്കുന്ന സമയം പെട്ടെന്ന് ഈ സെൽഫ് ലവ് കൊടുക്കുമ്പം ഒരു ഭയങ്കര എനർജി വന്നിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു. അത് ഞാൻ ശരിക്കും അറിഞ്ഞതാണ്. ഓക്കെ. ആ ഒരു ഇപ്പൊ 30 days കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നോ ടീമിൽ നിന്ന്? ഷുവർ, ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴും ഇപ്പൊ എനിക്ക് പറയാൻ ഇപ്പൊ 2 year ആയി, ഇപ്പോഴും പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഏത് ഫീൽഡിലാണ്, ഇപ്പൊ റിലേഷൻഷിപ്പ്, ഹെൽത്ത്, വെൽത്ത്, ഇതിൽ ഏതിലാണ് കൂടുതൽ ചേഞ്ചസ് വന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ബിസിനസ്സും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. സോ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പിൽ ഞാൻ ആ ഒരു സ്ട്രഗിൾ ടൈമിൽ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ വളരെയായിട്ട് ഓവർകം ചെയ്തു. ഹെൽത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇച്ചിങ്, ആ ഒരു 10 month ഇച്ചിങ് എനിക്ക് ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ എന്നെ അറിയുന്ന എന്റെ വീട്ടിലെല്ലാവർക്കും ഞാൻ രാവിലെ മുതൽ അല്ലെങ്കിൽ 24 hours ഇരുന്ന് കണ്ടിന്യൂസ്ലി നമ്മൾ തല മുതൽ താഴെ വരെ അത്ര വരെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൈവ് ടാപ്പ് മാക്സിമം അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു
ഞാനൊരു എൻ്റെ ഓർമ്മ. അപ്പൊ അതെനിക്ക് ഭയങ്കര റിസൾട്ടാണ്. അപ്പൊ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ബോത്ത് എന്റെ ഹെൽത്തിലും അതൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈവൻ എന്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ആ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാണ് പഴയ ജസ്നയും ഇപ്പൊ ഉള്ള ജസ്നയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? സെൽഫിനായിട്ട് കൂടുതൽ connect ചെയ്യാൻ പറ്റിയോ? എന്താണ് ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? പഴയ ഗസ്ന എന്ന് പറയുമ്പം നമ്മൾ ഉള്ളോട്ട് വലിഞ്ഞ ആരോടും നമ്മൾ ഫേസ് ചെയ്യാൻ നമുക്ക് മടി. എനിക്കത് ആരോട് പറയാൻ പറ്റുന്നില്ല. എല്ലാരോടും ദേഷ്യം, ഈവൻ മക്കളോട് ദേഷ്യം, എല്ലാരെയും ദേഷ്യം, നല്ലതായിട്ട് സൗണ്ട്, അങ്ങനെ ഒരു ഒരു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം. ആ ഒരു സംഭവങ്ങളൊക്കെ എത്രയോ മാറി. എന്റെ സൗണ്ട്, ഞാൻ ഭയങ്കര സൗണ്ട് ഉള്ള ഒരാളായിരുന്നു. പക്ഷെ എത്രയോ ഇപ്പൊ ഈവൻ ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോഴുള്ള സൗണ്ട് വളരെ കാമാണ്. ഈവൻ മക്കളോട് തന്നെ മക്കൾ പറയും ഇമ്മ, മക്കളായിരുന്നു ഫസ്റ്റ് കൂടുതൽ അത് മീൻസ് അവർക്ക് ആ ചേഞ്ച് മനസ്സിലായത് മക്കൾക്കായിരുന്നു. അവര് പറയുന്നു ഉമ്മന്റെ സൗണ്ട് മാറി, ഉമ്മ ദേഷ്യം പിടിക്കല് കുറഞ്ഞു. അവരായിരുന്നു എന്റെ ഫസ്റ്റ് എന്താ പറയാ, പിന്നെ ഞാൻ എന്താണ് ഇതെന്നുള്ളത് മാറിയത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അവരായിരുന്നു, മക്കളായിരുന്നു. അപ്പൊ മക്കളെപ്പോഴും പറയായിരുന്നു ഉമ്മന്റെ സൗണ്ട് ഒന്ന് കുറഞ്ഞ്, സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, നമ്മളെ ദേഷ്യം പിടിക്കുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ഒച്ച ഇടുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും എനിക്ക് ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റാണ്. പിന്നെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടായിരുന്നോ? അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിരുന്നോ? അതില് പ്രത്യേകിച്ച് അങ്ങനെ എനിക്കൊന്നും പറയാൻ അറിയില്ല. ചോദിച്ചാ എനിക്കൊന്നും അറിയില്ല. നിങ്ങക്ക് മറ്റേ സെൽഫിനോട് എന്താ പറയാ, എനിക്ക് കഴിവില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല, അങ്ങനത്തെ ലിമിറ്റിംഗ് ബിലീഫ്സുകൾ അല്ല, ഉണ്ടായിരുന്നോ? അത് എനിക്ക് അന്നും പണ്ടും എനിക്ക് കഴിയില്ല എന്നുള്ളതൊന്നുമില്ല. എനിക്ക് അത് എനിക്ക് ഒറ്റ എപ്പോഴും കഴിയുമെന്നുള്ളത്. പക്ഷെ ഇപ്പൊ എന്റെ ഒരു ഇതെന്ന് വിചാരിച്ചാൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റും ഉള്ളൊരു കോൺഫിഡൻസ്. അന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ബ്ലാങ്ക് ആയിരുന്നു. ഇപ്പൊ എനിക്കറിയാം ഹൗ ടു ഓവർകം. ഇപ്പൊ എന്ത് വന്നാലും പക്ഷെ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റത്തെ ടൈമില് എന്താണ് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ ഒരു റൂമിൽ മാത്രം ഇരുന്ന് എനിക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തൊരു സംഭവം. പക്ഷെ എന്തൊക്കെയോ എന്റെ കയ്യിലുണ്ട് ചെയ്യാൻ. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെന്നല്ല, അത് പുറത്തേക്ക് വരാൻ, ഓവർകം ചെയ്യാൻ മീൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിനെ ഓവർകം ചെയ്യാനും അത് ഏതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ എനിക്കറിയാം. അപ്പൊ ഇതിൽ വന്നിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയില്ലേ, കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഷുവർ ഷുവർ. വളരെയധികം. അപ്പോ ഇതിൽ ജോയിൻ ചെയ്യാൻ സംശയിച്ച് നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പോ പൈസ കാരണം ഇതൊരു വലിയ എമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഇത് വർക്ക് ആവോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരടുത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളിപ്പോ ഒരു പല കാര്യങ്ങൾക്കും ഈവൻ ഹെൽത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യം പറഞ്ഞാൽ ഈവൻ ഹെൽത്തിന്റെ കാര്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞ ഒരുപാട് ഡോക്ടറെ അടുത്ത് പോയി പൈസ മാത്രമല്ല, നമ്മളിപ്പോ ഒരു ശരീരത്തിലേക്ക് അത്രയും മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഡെയിലി മെഡിസിൻ എടുക്കുകയാണ്. ഇപ്പൊ അലോപ്പതി ആയാലും അലോപ്പതി ആയാലും ഹോമിയോ ആയാലും എന്തായാലും അപ്പൊ നമ്മൾ അത്രയും മെഡിസിൻ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവുന്നില്ല, റിസൾട്ടുകളില്ല. അത്രയും നമ്മൾ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ അതിന്റെ എഫക്ട്സുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മളിപ്പോ ഒരു മെഡിസിൻ എടുക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു ഇച്ചിങ്ങിന്റെ ഒരു പ്രശ്നം വന്നപ്പം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തു, അത്രയും മെഡിസിൻസ് എടുത്തു. പക്ഷെ എനിക്ക് അന്ന് ഞാൻ കൊടുത്തത് എന്റെ ഓർമ്മയിൽ 8,000 സംതിങ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് 2 years ബിഫോർ. അപ്പം പക്ഷെ ആ 8,000 ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഞാൻ പറഞ്ഞ പുറത്തേക്ക് പോയി എന്തൊക്കെ കാര്യങ്ങൾ ഇതുകൊണ്ട് അൽഹംദുലില്ലാ എനിക്കുണ്ടായി. ഇതിപ്പോ ആ 8,000 10 ഇരട്ടി അല്ലെങ്കിൽ അതിൽ മോർ ദാൻ ദാറ്റ്, അത്രയും സംഭവങ്ങൾ എനിക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ടൈം, അന്ന് ഇൻവെസ്റ്റ് ചെയ്ത മണി, അത് എനിക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോയിട്ടേ ഇല്ല, ഒരിക്കലും വേസ്റ്റ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പത്തെ ഞാനും പഴയ ഞാനും എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. അന്ന് എന്റെ ഫ്രണ്ട്സുകൾ എന്നോട് വിളിക്കുമായിരുന്നു, എന്നെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവാണ്. പക്ഷെ അന്നൊന്നും എനിക്ക് പോസിറ്റീവ് ആണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്സ് ഒന്നും, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് എന്റെ കയ്യിൽ നിന്ന് വരുന്ന എനർജി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെയോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറെ കാര്യങ്ങൾ അവരെന്നെ വിളിച്ചിട്ട് വെറുതെ വെറുതെ കുറെ നേരം സംസാരിക്കുമ്പോൾ എന്നോട് പറയും നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് അതൊരു
പോസിറ്റീവ് ഫീലിംഗ് ആണ് തോന്നുന്നത്. അപ്പൊ നെഗറ്റീവ് എനിക്ക് പിന്നെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ വന്നതിന് ശേഷം, നെഗറ്റീവ്സ് ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്കത് തീരെ ഉൾക്കൊള്ളാൻ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാതാവും. പിന്നെ അങ്ങനത്തെ നെഗറ്റീവ്സിനെ ഞാൻ മാക്സിമം കട്ട് ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി, ഞാൻ മനസ്സിലാക്കിയാണ് എന്റെ ബോഡി തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെ റിജക്ട് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് നെഗറ്റീവ്സിലുള്ള ആൾക്കാരെ വളരെ അങ്ങനെ. അപ്പൊ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ലൈഫിൽ കുറച്ച് ആൾക്കാർ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പൊ അവര് മാത്രമായിട്ടുള്ള അവരായിട്ടുള്ള കാര്യങ്ങള്, പിന്നെ നെഗറ്റീവ്സ് ആൾക്കാർ വരുമ്പം അവരെ നമുക്ക് എപ്പോഴും ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ. അവരെ വരുമ്പോ ആ ഒരു സംഭവത്തെ നമ്മൾ ഓവർകം മീൻസ് അവർ വന്ന് കുറെ സംസാരിച്ചാലും അത് നമ്മളെ ബോഡി മീൻസ് മനസ്സിലേക്ക് എടുക്കാതെ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കുറെ കാര്യങ്ങൾ പറയാൻ മീൻസ് ഓർമ്മയിൽ വരാത്തതുണ്ടാവും. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ എനിക്ക് വന്നിട്ടുള്ള. അപ്പം നമ്മളിപ്പം EFT ഇതിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പൈസ ഇൻവെസ്റ്റ്, ഒരു ചെറിയൊരു എമൗണ്ട്, ഇപ്പൊ ചെറുതാണെങ്കിലും നമ്മൾ ആ ഇൻവെസ്റ്റും ആ ഒരു മടിച്ചു നിൽക്കുന്ന സമയത്ത് ഇതിലും കൂടുതൽ നമുക്ക് ഇതിനോട് ലാഭം ഉണ്ടാവും. ലാഭം മീൻസ് ഇൻ ദ സെൻസ്, ഒരു എല്ലാവർക്കും പീസ്, മനസ്സിന് സമാധാനം എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഏതൊരാളും ആഗ്രഹിക്കുക. അത് നമുക്ക് ആ ഒരു ഡിവൈൻ പവറിനെ കൂടി കൂട്ടുപിടിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതില്. അപ്പൊ ഇതില് മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വൺസ് അവര് അത് പിന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ ഇതിൽ നിന്ന് വിടൂലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലൈഫ് ലോങ് നമ്മള് അത് നമ്മളെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആക്ച്വലി. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, പക്ഷെ ഒരു ലൈഫ് ലോങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് കയ്യിൽ യെസ് കിട്ടുന്നത്. യെസ്. യെസ്. അപ്പോ ഈ ഒരു നിമിഷത്തില് മാമിന് ആരോടൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ളത്? ഇതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഫസ്റ്റ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. സെക്കൻഡ് ഞാൻ പറയും, എന്റെ സുമി എന്നാണ് എന്റെ ഫ്രണ്ടിന്റെ പേര്. അവളാണ് ഇതില് ഈ ഒരു സംഭവം EFT എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു ആഡ് എനിക്ക് അയച്ചു തരുന്നത്. ഇപ്പോഴും ഞാൻ എഴുതുന്ന ഒരു കൂട്ടത്തിൽ ഞാൻ അവളെ പേര് എപ്പോഴും എഴുതാറുണ്ട്. പിന്നെ തേർഡായിട്ട് ഞാൻ പറയും ഷാഫി സാറാണ്. പിന്നെ ഷാഫി സാറെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാറ് വോയിസ് മോഡുലേഷൻ, നമുക്കതിങ്ങനെ സാറോട് നമ്മൾ തന്നെ സാറോട് റിക്വസ്റ്റ് ആയിരുന്നു, സാറ് വേണം തെറപ്പി പറയുമ്പം സാർ തന്നെ ടാപ്പിംഗ് വരുമ്പോൾ സാറ് സൗണ്ട് വേണം, എന്നാലേ നമുക്കൊരു എഫക്റ്റ് ഉള്ളൂ. സാർ എന്നാലും ആ സമയം നമുക്ക് തന്നെ നമുക്ക് കുറെ സാർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും സാർ ഏതെങ്കിലും ഒരു സമയം നമ്മൾ നിർബന്ധം പറയുന്നു സാറിന്റെ ക്ലാസ് വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തിരക്ക് കാരണം കുറച്ച് അങ്ങനെ സാറല്ലാതെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ സാറ് ഇത് വരാൻ തെറപ്പി വരാൻ വേണ്ടി നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിങ്ങോട് കാത്തുനിൽക്കുകയുണ്ടായിരുന്നു. പിന്നെ എന്റെ മെന്റർ ഫെബിന മാം തന്നെയാണ്. മാം എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട്, ഈവൻ ഇപ്പോഴും എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഇത്രയും 4 പേരാണ് ഞാൻ കൂടുതൽ. പിന്നെ എന്റെ ഫ്രണ്ട്സ്, ഇതിനൊക്കെ എന്റെ കൂടെ നിന്ന് എന്റെ പാരന്റ്സ്, എന്റെ മക്കള്, എന്റെ ഫ്രണ്ട്സുകള്, എന്റെ സ്പൗസ്, എല്ലാരോടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. താങ്ക് യു. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്ന മാമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രോസസ്സിൽ മാം അങ്ങോട്ട് സറണ്ടർ ചെയ്തിട്ട് എല്ലാം അലൗ ചെയ്തിട്ട് നിന്നിരുന്നു. സോ അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഒക്കെ പെട്ടെന്ന് വർക്ക് ആയിരുന്നത്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ആ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ട്രോമാസ് പെട്ടെന്ന് ഹീൽ ആകും. യെസ്, ഇവിടെ കമന്റ് വന്നിട്ടുണ്ട്, വിശ്വാസം അതാണ് എല്ലാം. ആ വിശ്വാസം കൂടി വേണം വിത്ത് പ്രാക്ടീസ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ടുകൾ കിട്ടും. സോ അതിന്റെ ഒരു ലൈവ് എക്സാമ്പിൾ ആണ് ജസ്ന മാം. ഓക്കെ, സോ ആർക്കെങ്കിലും യെസ് ഡൗട്ട്സുകൾ ചോദിക്കണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കട്ടോ. ഹായ് ജസ്ന. ഹായ്. അസ്സലാമു അലൈക്കും. കമറുവാണ്. ഹലോ, വോയിസ് കട്ടായോ? മാമിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഹലോ,
കമർജാൻ മാം, ആ മാമിന് നെറ്റ്വർക്ക് ഇഷ്യൂ ഓക്കെ വന്നിട്ടുണ്ട്, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ജസ്ന മാം. നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ലെഫ്റ്റ് ആയതാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹലോ ഹലോ. ഗസ്ന കമറാണ്. ആ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ സെയിം എനിക്കില്ലേ ബാച്ചിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഹെൽത്തിന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾക്ക് അറിയാലോ, അത് നിങ്ങൾ അതെ എന്ത് അതെ. ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങളെ പഴയ പ്രശ്നം ഫുള്ളും. ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഒരു സംഭവം നമ്മൾ എന്താണോ നമ്മുടെ ഇഷ്യൂ അതിനെ എടുത്തിട്ട് ഞാൻ ടാപ്പ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 to 6 അത്ര 5 മാക്സിമം എന്റെ ഓർമ്മയിൽ ഒരു 5 പ്രാവശ്യം ചെയ്തിട്ടേ ഉള്ളൂ. ബിലോ അതിലും കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫുൾ ഡേ ഞങ്ങളൊക്കെ നമ്മളിങ്ങനെ. ആ, അതെ അതെ. സെയിം ബാച്ചാണല്ലോ ഞങ്ങളൊക്കെ. അതാ ഞാൻ പറഞ്ഞ അത്രയും ഒരു പിന്നെ ഒരു അത്രയും സ്ട്രഗിൾ ഗുഡ് ന്യൂസ് ഉണ്ട് ചെയ്തിരുന്നു. കേട്ടോ, ഞങ്ങൾക്ക് കിട്ടിയുള്ളത് കോതന്റെ ഗോൾഡ് ഒരു ആണോ? കുറഞ്ഞതേ ഉള്ളൂ. ഓ മാഷാല്ല, ആ, മാഷാ തെറ്റും അല്ലാ. കിട്ടില്ല വിചാരിച്ചതല്ല. ഞാനാ കുറെ ചെയ്തത്, ടാപ്പിംഗ് ഒക്കെ ചെയ്തത്. ഓക്കെ വലുത് തന്നെ കിട്ടി 10 ഓക്കെ കിട്ടിയെങ്കിൽ ഒരു 4 കൂടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ. ഇപ്പൊ കോത അൽഹംദുലില്ലാ. ഭയങ്കര ഡിപ്രഷനിലാണ്. ഫാമിലി ഓക്കെ. ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഈ ഗോൾഡിന്റെ പിന്നെ ഹെൽത്തിനൊക്കെ. അപ്പൊ ഞാൻ അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. എന്റെ നമ്പർ നിങ്ങൾ എഴുതില്ലേ? ആ, ഉണ്ട് യെസ്. നിങ്ങൾ വിളിച്ചാൽ മതി. ഞാനത് പിന്നെ അതില് വന്നിട്ട് പറയാം. ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് വേണ്ടിയായിരുന്നു. ഞാനില്ലേ ഇത് മൺഡേ മീറ്റിംഗ് തെറാപ്പിയില് ഞാൻ ഫീസൊക്കെ അടിച്ചതാണ്. എനിക്ക് ഫാദറിന്റെ ഈ അവസ്ഥ ഉണ്ടപ്പോ ഞാൻ ഫാദറിനെ അങ്ങോട്ട് മാറ്റി, പക്ഷെ റിക്കവറി ആയിട്ടില്ല. ഇൻഷാ അല്ലാ. അതേ പറഞ്ഞല്ലോ, നമ്മള് കംപ്ലീറ്റ്ലി അത് എന്ത് സംഭവിച്ചാലും നമുക്കത് മാറ്റി തരും, മാറും ഇപ്പൊ എന്നുള്ളൊരു വല്ലാത്ത വിശ്വാസത്തിൽ നമ്മളുണ്ടാവും. ശ്വാസകോശത്തിന്റെ അസുഖം വന്നിരിക്കണം. അപ്പൊ അതൊക്കെ ഇതുവരെ ഇല്ലാത്തതായിരുന്നു. ഹലോ ഹലോ കമർജാൻ മാം സെയിം ബാച്ച് ആയിരുന്നു അല്ലേ ജസ്ന മാമിന്റെ? സെയിം ബാച്ചാണ് ഞങ്ങൾക്ക്. മെന്ററിന്റെ കുറച്ച് ഇത് സായിദ മാമേനോ. അപ്പൊ അന്ന് ഞാൻ വലിയ വർക്കിങ്ങിലായിരുന്നു ഒരു ബിസിനസിന്റെ ഇതില്. അപ്പൊ എനിക്ക് ടൈമിങ് വല്ലാത്ത മിസ്സിംഗ് ആയിരുന്നു രണ്ടുപേർക്ക്. അപ്പൊ ഞാൻ ഒരു ഫാദറിനോട് നിന്നോളാം. ഞങ്ങൾ ഒരു 3 ഒരു ബാച്ച് തന്നെ. ഓക്കെ. അപ്പോ മാം പറഞ്ഞ പോലെ ഒരുപാട് ഡെഡിക്കേറ്റഡ് അതെ, ആയിട്ട്. ഇപ്പൊ ഹെൽത്തിന്റെ ഞാൻ ചോദിക്കാം എന്റെ അനിയത്തിക്ക് വേണ്ടിട്ട് റിക്കവറി. ഗസ്റ്റിന്റെ അതേ പ്രശ്നം ഇപ്പൊ അനിയത്തിക്ക് വന്നത് ഫാദർക്ക്.
അതിൽ മെയിൻ ആയിട്ട് സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ജസ്ന മാം കൂടി പ്രാക്ടീസ് ചെയ്തത് അതിന് സെൽഫ് ലവ് ആയിരുന്നു. സെൽഫ് ലവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞങ്ങൾക്ക് ഭയങ്കര ഗോൾഡിൽ കുടുങ്ങി കിടക്കാനോ ഫ്രണ്ടിനെ സഹായിച്ചതാണ്. 28 പവനാ ഒഴിയത്. ഓക്കെ, അതാണ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞത് അല്ലേ? അതില് ഞാനാ മിക്കവാറും അതിൽ ചെയ്തത്. അവളും ചെയ്തിരുന്നു. അതിന് ഞാൻ കുറച്ച് കിട്ടാണ്ട്. അതും പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്നതൊക്കെ നന്നായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം. ഫോർഗീവ്നെസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. രണ്ടാൾതും കൂടി കൊട്ടോ, ഒരാൾത് കിട്ടി, ഒരാൾതും കൂടി കിട്ടും. അത് കിട്ടുമെന്നുള്ളൊരു കിട്ടൂല. എല്ലാരും പറഞ്ഞു വിട്ടോളാന്. കിട്ടൂല ഉള്ളതില് 2.5 കൊല്ലം 3 കൊല്ലായി. യാതൊരു തരാ അറിയാനുള്ളത് യാതൊരു ഇതില്ലായിരുന്നു. അൽഹംദുലില്ലാഹ് ടാപ്പിങ്ങിൽ ഇപ്പം കിട്ടി 10 കിട്ടി. നീ ബാക്കിയും കിട്ടും ഉടനെ തന്നെ. ഓക്കെ, എന്റെ മെന്റർ മാറിയിട്ടുണ്ടല്ലോ അല്ലേ? നസിലായിരുന്നു. അപ്പൊ അവരില്ലായിരുന്നു കോണ്ടാക്ടിങ്. ഹാജിറ മാമിന് കണക്ട് ചെയ്താൽ മതി. കിട്ടില്ല മാമിനെ വിളിച്ചിട്ട്. അതെ, ഓക്കെ. ശരത് സാറിന്റെ നമ്പർ ഉണ്ടോ? ശരത് സാറിന്റെ ഞാന് രഞ്ജിത്ത് സാറിന് പറഞ്ഞിരുന്നു. ഓക്കെ, അവർ കണക്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ശരത് സാറിന് പറഞ്ഞാൽ മതി. ഹാജിറ മാമിനെ കിട്ടും. ഓക്കെ, താങ്ക് യു. അൽഹംദുലില്ലാഹ് IFL വന്നിട്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഫുള്ളായിട്ട് എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. ഒന്നാമത് എൽഡർ ആയതിനെ കൊണ്ട് എല്ലാം മദർ ലോക്കും എന്റെ മദറിനും ഇങ്ങനെ ഓരോ ഇതായിട്ട് ക്ലാസിന്റെ ടൈമിലായിരിക്കും ഞാൻ ഹോസ്പിറ്റലായിട്ട് കഴിയും. കിട്ടുന്ന പ്രാക്ടീസുകൾ ചെയ്യുക കേട്ടോ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ ഭയങ്കര റിസൾട്ടാണ്, ഞങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ ഒത്തിരി പേരെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് IFലേക്ക്. അവർക്കൊക്കെ റിസൾട്ട് കിട്ടിന്. എന്റെ കംപ്ലീറ്റ് പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് കുറഞ്ഞിട്ടോ അതറിയാം. കമർജാൻ മാമും സീനിയർ മെമ്പറാണ്. എല്ലാ ഹീലിംഗ് സെഷനിലും മാമിനെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് അന്നേരം ഉണ്ടാവും ഏതെങ്കിലും ഗസ്റ്റ്. ഞാൻ ഹീലിംഗ് ചെയ്യുന്ന ടൈമിലായിരിക്കും വീട്ടിലെ. അതാണ് കംപ്ലീറ്റ് ആവില്ല. ഇപ്പൊ മദറിന് ഇപ്പം പെട്ടെന്ന് ഒരു കണ്ണിന്റെ ഇത് നഷ്ടപ്പെട്ടപ്പോഴാണ് വല്ലാത്ത. നിങ്ങൾ ടൈം അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യും. നമുക്ക് ടൈം കിട്ടുമെന്നുള്ള ഇൻഫർമേഷൻസ് തന്നെ കൊടുക്കാം. പോസിറ്റീവായിട്ട് പറയാം. പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടും. ആ പ്രാക്ടീസ് പ്രാക്ടീസസ് ചെയ്യാൻ ടൈം കുറവാണ് എനിക്ക്. പിന്നെ എല്ലാ ഇതുണ്ടല്ലോ, 2 വീട്ടിട്ടത് ഹസ്ബൻഡിന്റെ അടുത്തുണ്ട്. മദർ ഒറ്റക്കാണ് അവിടെ. ഇവിടെ എന്റെ മദറിന് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടത്. ഇഷ്യൂ വന്നിട്ട് 2.5 മാസമായി. എന്താണ് ഫോർഗീവ് ചെയ്യുന്ന കൊണ്ട് എന്ത് തന്നെ ആയാലും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു IFL വന്നതിന് കിട്ടിയതാട്ടോ. ലൈഫിൽ എന്ത് ചാലഞ്ചസ് വന്നാലും അത് നേരിടാനുള്ള മെന്റൽ അതുണ്ട്. ഇവരൊക്കെ തളർന്നു പോയാ. പിന്നെ മദർ തന്നെ മരണത്തിന്റെ ആ ഘട്ടത്തിൽ വരെ എത്തിയിരുന്നു. പക്ഷെ എനിക്കെന്തോ തിരിച്ചു വരുള്ള ഇതില്. പിന്നെ അന്നൊക്കെ ഞാൻ ഐസിനൊക്കെ ടാപ്പിങ് ചെയ്ത് അൽഹംദുലില്ലാഹ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം കണ്ണ് പെട്ടെന്ന് ഐഡോസ് മരുന്ന് എന്താണെന്ന് അറിയില്ല. എന്റെ കണ്ണ് നഷ്ടപ്പെട്ടു. തിരിച്ചു വരുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമുണ്ട്. നമ്മള് ടൈം കിട്ടും, എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഫർമേഷൻ എപ്പോഴും കൊടുക്കുക. എഴുതും ചെയ്യാം, നിങ്ങൾക്ക് സെൽഫായിട്ട് പറയാം. എഴുതാൻ നിൽക്കാൻ പറ്റില്ല. അഫർമേഷൻ കൊടുക്കുന്നുണ്ട് മൈൻഡില്. പക്ഷെ എഴുതാല് കഴിയുന്നില്ല. അത് പറഞ്ഞാൽ മതി. റിപ്പീറ്റഡ് ആയിട്ട് മൈൻഡിൽ തന്നെ പറഞ്ഞാൽ മതി. എഴുതുന്നതും പവർഫുൾ ആണ്. കിട്ടുന്ന ടൈമിനനുസരിച്ചിട്ട് എഴുതും ചെയ്യാം. പക്ഷെ നമ്മൾ സെൽഫിനോട് സംസാരിക്കുന്നതെല്ലാം പോസിറ്റീവ് ആക്കുക. എനിക്ക് സമയം കിട്ടും, എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇത് ഗസ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ ആരും നെഗറ്റീവ് സംസാരിക്കുന്നതോ നെഗറ്റീവ് ആൾക്കാരെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതിൽ നിന്ന് വേഗം പിന്മാറലെന്നാണ്. അത് നിങ്ങൾ
നമ്മൾക്ക് സംസാരിക്കാൻ. നമുക്ക് പല കാര്യങ്ങളും പിന്നെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഫിനിഷ് ആയിട്ട് മാത്രമേ മറ്റേത് ഹീൽ ചെയ്ത് കളയണ്ടും അല്ല ഒരു ദിവസം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ? പല ഇഷ്യൂ ഉണ്ടാവുമല്ലോ. യെസ് അത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ രാവിലെ ഒരു കാര്യം ചെയ്താൽ വൈകിട്ട് വേറെ കാര്യം ചെയ്യാൻ അങ്ങനെ ചെയ്തൂടെ? ആ അല്ല ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ മറ്റേ ആവുള്ളൂ. അല്ല, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ രാവിലെ ഒരെണ്ണം എടുക്കാന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് സെക്കൻഡ് ഇഷ്യൂ എടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജി വൈബ്രേഷൻ കൂടും, ഹൈ വൈബ്രേഷനിലേക്ക് പോകും. അപ്പോഴാണ് ഈ നെഗറ്റീവ് സംസാരവും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, മീൻസ് അവർ ഉൾക്കൊള്ളാന്നല്ല, മീൻസ് അവർ പറയുമ്പോൾ മെയിന് വിശ്വാസം വേണ്ടില്ല, മെയിൻ അതില് അതില്ലാഞ്ഞാണ്ട് ഞങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ബിലീഫ് വേണം. അതില്ലാതെ ഈ ടാപ്പിംഗ് വർക്ക് ആകും, പക്ഷെ അതും കൂടി ടൈപ്പിംഗ് ഒക്കെ എത്രയോ വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. എന്ത് ട്രെയിനരെ എത്രയോ ഡിലേ പറഞ്ഞത്, 1 മണിക്കൂർ ട്രെയിൻ പറഞ്ഞപ്പോ 10 മിനിറ്റിനെ കൊണ്ട് വന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു, എന്റെ കൂടെ ഉള്ളവരൊക്കെ ഞാനിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ കേക്കി തിന്നിരുന്നു. പക്ഷെ അവർക്കൊക്കെ അതിശയം വന്നു. 1 മണിക്കൂറിന്റെ ട്രെയിൻ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ വരൂല എന്നാ പറഞ്ഞത്. അത് സെക്കൻഡ് കണക്കിൽ അത് വന്നപ്പോ ഞാൻ അതിശയിച്ചു പോയി. അപ്പൊ ചോദിക്കാൻ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളാണ് EFT. റിസൾട്ട് കിട്ടിയപ്പോ ഞാൻ അവരോട് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇതിൽ വല്ലതും ചെല്ലാന്, ഞാൻ പറഞ്ഞു അങ്ങനെ ചെല്ലാനൊന്നുമില്ല, ടാപ്പിംഗ് മാത്രം മതിയായിരുന്നു. അവരെന്നിട്ട് വന്നു, EFTയിലേക്ക് വന്നിട്ടുണ്ട്, അവർക്ക് മെച്ചം വന്നിട്ടുണ്ട് പറഞ്ഞത്. ആദ്യം പുച്ചിച്ച് തള്ളിയതായിരുന്നു. അൽഹംദുലില്ലാ. താങ്ക് യു. എല്ലാവർക്കും അങ്ങനെ റിസൾട്ടുകൾ ഉണ്ടാവട്ടെ. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓർ എനി ഡൗട്ട്സ്? അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജസ്ന മാം, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. നിങ്ങളുടെ സ്റ്റോറി പലർക്കും അത് ഇൻസ്പയറിംഗ് ആയിട്ട്, താങ്ക് യു സോ മച്ച്. യെസ്, എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റട്ടെ, മീൻസ് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എല്ലാ ചാലഞ്ചസും നല്ല ആത്മവിശ്വാസത്തോടെ നേരിടാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വിഷ് യു ഓൾ എ ബ്യൂട്ടിഫുൾ മോർണിംഗ്, Sunday morning. Thank you, ma'am. Thank you. Thank you. താങ്ക് യു. Thank you, sir.